നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്താ അത്? ഏത്? ആ കയ്യിൽ കെട്ടിയിരിക്കുന്ന വഴിപാട് പണം നാളെ ഏതെങ്കിലും ദേവീക്ഷേത്രത്തിൽ പോയി ഭണ്ഡാരത്തിലിടണം. ഓ, ഇവിടെ അടുത്തൊരു ദേവീക്ഷേത്രമുണ്ട്. നമുക്ക് നാളെ രാവിലെ അവിടെ പോയാലോ? എങ്ങനെ? ഞാൻ നിന്റെ കൂടെ അമ്പലത്തിൽ വരണം? കൊള്ളാലോ നിന്റെ ആഗ്രഹം. അല്ല, ചടങ്ങ് ചെയ്യണ്ടേ? പിന്നെ ചടങ്ങ് ചെയ്യണം. അമ്പലത്തിന്റെ ഉമ്മറത്ത് പോയി നിന്നിട്ട് ദാ ഈ നിൽക്കുന്നവളാ എന്നെ രക്ഷിച്ചതെന്ന് എല്ലാവരോടും വിളിച്ചു പറയണം. അല്ലെങ്കിൽ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ, അത് നീ തന്നെ പറഞ്ഞോളൂ. മമ്മി നിന്നോട് പറയുന്നത് ഒന്നും നിനക്ക് മനസ്സിലാവുന്നില്ല അല്ലേ? എന്റെ ഏട്ടൻ, അതായത് സൂര്യ, ഇവളെന്റെ ഭാര്യയാണ്, ഇവളെന്റെ ഭാര്യയാണെന്ന് ഞങ്ങളെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് നിനക്ക് ഈ വീട്ടില് എന്തെങ്കിലും അവകാശം ഉണ്ടെന്നോ ഞങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും സ്ഥാനം ഉണ്ടെന്നോ തോന്നുന്നുണ്ടോ? യു ആർ ജസ്റ്റ് എ സെർവന്റ്, ഈ വീട്ടിലെ വേലക്കാരി. ഒരു വേലക്കാരിയുടെ കൂടെ ഒന്നിച്ച് ക്ഷേത്രത്തിൽ പോവാൻ മാത്രം ഞാൻ അതപ്പതിച്ചു എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അയ്യോ, അങ്ങനെയൊന്നും പറയരുത്. അത് ദൈവനിഷേധാണ്. ഞാനീ പറയുന്ന കാര്യം ചെയ്തേ പറ്റൂ. നീ പറയുന്നതൊക്കെ ഞാൻ അനുസരിക്കണമെന്നുണ്ടോ? അല്ല, നീ ആരാ? ദേവദൂതയോ? എന്റെ കൈ വേദനിച്ചു എന്നുള്ളത് സത്യം. ഇപ്പൊ അത് മാറിയിട്ടുണ്ട്. അത് നിന്റെ ഈ വഴിപാട് കാശുണ്ടാന്ന് വിശ്വസിക്കാൻ ഞാൻ അത്ര മണ്ടിയൊന്നുമല്ല. എന്റെ കൂടെ വരണമെന്നില്ല. ചേച്ചിയോ അമ്മയോ ആരുടെയും കൂടെ പോയിട്ട് എനിക്ക് സൗകര്യമില്ല. എല്ലാവരുടെ മുന്നിൽ ചെന്നിരുന്നപ്പോഴാ ഇത് കൈ കിടക്കുന്ന ഞാൻ കണ്ടത്. അതിനു മുന്നേ കണ്ടിരുന്നെങ്കിലേ ഞാൻ ഇത് വേസ്റ്റ് ബിന്നിൽ ഇട്ടേനെ. അയ്യോ വേണ്ട കുട്ടി, ദൈവദോഷൊന്നും പറയണ്ട. വിശ്വസിക്കുന്നവർക്ക് ഇത് പ്രധാനപ്പെട്ടതാ. ഞാൻ വിശ്വസിക്കുന്നില്ല. പ്രശ്നം തീർന്നല്ലോ. ദേ, ഇതെന്താ ചെയ്യണ്ടേ അത് പറ. ഇങ്ങോട്ട് തന്നേക്കൂ. എന്താ വേണ്ടെന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം. കൊണ്ടുവയ്ക്കോ. കൊണ്ടുപോയി ഭണ്ഡാരത്തിലിടയോ നിന്റെ ചെലവിനെടുക്കയോ എന്താന്ന് വെച്ചാ ചെയ്. പക്ഷെ എന്നെ രക്ഷിച്ചു എന്നും പറഞ്ഞ് ഇവിടെ വീമ്പും പറഞ്ഞ് നടക്കരുത്. അങ്ങനെ ഏതെങ്കിലും ഒരാളോട് പറഞ്ഞു എന്ന് ഞാൻ അറിഞ്ഞ ദേ എന്റെ സ്വഭാവം മാറും. ചെല്ല്, അവിടെ നിന്നേ. ഞാൻ ഈ പറഞ്ഞതൊക്കെ എന്റെ ഏട്ടനോട് ചെന്ന് പറഞ്ഞാലേ അങ്ങേർക്ക് കലി ഇളകാൻ ഇത് മതി. ദേ, ഇതിന്റെ പേരില് ഏട്ടനെയും കൂട്ടി യുദ്ധത്തിന് വന്നാ ഉണ്ടല്ലോ, പറഞ്ഞേക്കാം ഞാൻ. പൊക്കോ.